ഒന്നുകൂടെ പറയടി, ഒന്നുകൂടെ പറയാൻ. ഞാൻ അരിഞ്ഞോളെ. അപ്പോട്ടന് ഭ്രാന്താണോ? അതേടി, ഭ്രാന്ത്, മുഴുത്ത ഭ്രാന്ത്. നിനക്കറിയില്ല എന്നെ. 5 കൊല്ലമായി നിന്നെ മനസ്സിൽ കൊണ്ട് നടക്കുക ഈ അപ്പൂട്ടൻ. നട്ട് നനച്ച് വളർത്തി. ആ വളർച്ചയിൽ ഊറ്റം കൊള്ളുകയായിരുന്നു ഞാൻ. നിന്റെ പഠിപ്പ് കഴിയട്ടെ എന്ന് കരുതി കാത്തിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരു തണലായി നിന്നെ ഞാൻ സ്വപ്നം കണ്ടു. ഞാനത് മോഹിച്ചുപോയി. നീ മോഹിപ്പിച്ചു. നിന്റെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്. ഒരു പെണ്ണിന്റെ കൂട്ടാഗ്രഹിച്ചിരുന്ന എന്റെ മനസ്സിൽ അത് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ കല്യാണം എന്ന് നടത്താന്ന് ചോദിക്കാനാണ് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ എന്നോട് നിന്റെ ഹൃദയം മറ്റൊരാൾക്ക് പണയപ്പെടുത്തി എന്ന് പറഞ്ഞ നിമിഷം തന്നെ ഞാൻ കൊല്ലേണ്ടതാ. പക്ഷേ എടീ, നിന്നെനിക്ക് വേണം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. 5 അല്ല 50 കൊല്ലം വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കാം. നിന്റെ കഴുത്തിൽ ഒരുത്തൻ താലി കെട്ടുമെങ്കിൽ അത് ഈ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടനായിരിക്കൂടി. മറ്റൊരാളോടൊപ്പം ഈ ജന്മം നീ ജീവിക്കില്ല. ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ മോളെ വൈകിയത്? എല്ലാരും കാത്തിരിക്കുക. എന്താ അമ്മ വിശേഷം? നല്ല വിശേഷം തന്നെയാ. അമേരിക്കയിലുള്ള ഡോക്ടർ രാജീവൻ മോളെ പെണ്ണ് കാണാൻ വന്നിരിക്കുക. ദോഷം പറയരുതല്ലോ, ചെറുക്കൻ സുന്ദരനാ, എനിക്കിഷ്ടപ്പെട്ടു. ആരോട് ചോദിച്ചിട്ട് അമ്മ ഇതൊക്കെ? ആരാ ഇത്ര തിരക്ക് പിടിച്ച ആലോചന കൊണ്ടുവന്നത്? നിന്റെ അച്ഛൻ ജീവിതത്തിൽ ആദ്യമായി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുക. അച്യുതൻ നമ്പ്യാരുടെ മോനാ. മോള് വേഗം പോയി ആ വേഷമൊക്കെ ഒന്ന് മാറ്. അപ്പൂട്ടനെ അറിയിക്കഴിഞ്ഞത് മോശമായി പോയില്ലേ? അറിഞ്ഞ അവന് സന്തോഷമായിരിക്കും. ഞാൻ തന്നെ അറിഞ്ഞത് രാവിലെയാ. ഇന്ന് തന്നെ അപ്പൂട്ടനോട് പോയി പറയണം. പെൺകുട്ടികൾക്ക് മാലയോഗം എപ്പോഴാ വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. മോള് വേഗം